നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അല്പം നിമിത്ത ശാസ്ത്രമാണ് പ്രതിപാദിക്കുന്നത്. നിമിത്ത ശാസ്ത്രത്തിലെ പക്ഷികൾ എന്നുള്ള എന്റെ ആദ്യകാല വീഡിയോ വളരെ ഗംഭീരമായിട്ട് പ്രേക്ഷകർ സ്വീകരിച്ച ഒരു വീഡിയോ ആണ്. ഇന്ന് നമുക്ക് പ്രതിപാദിക്കാനുള്ളത് നിമിത്ത ശാസ്ത്രത്തിലെ കാക്കയുടെ കാര്യങ്ങളാണ്. കാക്ക ശരീരത്തിൽ കാഷ്ടിച്ചാൽ ചില പ്രത്യേക നാളുകാർക്ക് ദോഷം പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഗുണവും ഒക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വാമൊഴിയായി പറഞ്ഞു വന്നിരുന്ന നിരവധി അറിവുകളുണ്ട്. ആ അറിവുകളെയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ചില കാക്ക കാര്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു വീഡിയോ ആണ്, എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ചില കാക്ക കാര്യങ്ങൾ. പഴയ കാലത്ത് സർവ്വസാധാരണമായി കണ്ടിരുന്ന ഒരു പക്ഷിയാണ് കാക്ക. എന്നാൽ ഇപ്പോൾ കാക്കയുടെ സംഖ്യ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അപ്രകാരം സർവ്വസാധാരണമായി കാണുന്ന കാക്കയെ പല സമയത്തും പല നിമിത്തങ്ങളായിട്ടാണ് പറയുന്നത്. ശുഭവും അശുഭവും ഒക്കെ സമയത്തിന്റെ വ്യത്യാസം അനുസരിച്ച് പറയപ്പെടുന്നുണ്ട്. വരാഹമിഹിരാചാര്യന്റെ നിമിത്ത ശാസ്ത്രത്തിൽ കാക്കയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വളരെയേറെ പ്രതിപാദിക്കുന്നുണ്ട്. യാത്രയ്ക്കിറങ്ങിയാണെങ്കിൽ കാക്കയെ കാണുമ്പോൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നാണ് അതിൽ പറയുന്നത്. കാക്ക ഇടതുവശത്തൂടെ പറന്നുപോയാൽ അത് ശുഭമായിട്ടും വലതുവശത്തൂടെ പറന്നുപോയാൽ അത് അശുഭ ഫലത്തെയും നൽകുമെന്നാണ് വിശ്വാസം. കൂടാതെ വലതുവശത്തൂടെ പറന്നുപോയാൽ ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് എന്നാണ് വിശ്വാസം. കാക്ക ദേഹത്ത് കാഷ്ടിച്ച അനുഭവം മിക്ക ആളുകൾക്കും ഉണ്ടാകും. കാക്ക കാഷ്ടിക്കുന്നത് കഷ്ടകാലമാണെന്ന് കരുതുന്നവരാണ് അധികം പേരും. കാക്ക കാഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു തമാശയാക്കി അത് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ തമാശയല്ല, പലപ്പോഴും കാക്ക കാഷ്ടിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനോവിഷമം ഉണ്ടാകാറുണ്ട്. ഇതെന്തെങ്കിലും ദുസ്സൂചനയാണ് എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാകാറുണ്ട്. കാക്ക കാഷ്ടിച്ച വിഷമത്തിൽ പലരും കഷ്ടകാലം വരുമെന്ന് വിശ്വസിക്കാറുണ്ട്. എന്നാൽ ചിലരൊക്കെ ഭാഗ്യം വരുന്നതായിട്ടും വിശ്വസിക്കുന്നുണ്ട്. സാമ്പത്തിക നേട്ടവും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭരണി, കാർത്തിക, തിരുവാതിര, ആയില്യം, തൃക്കേട്ട, പൂരം, പൂരാടം, പൂരിട്ടാതി എന്നീ നക്ഷത്രക്കാരുടെ ശരീരത്തിൽ കാക്ക കാഷ്ടിച്ചാൽ അശുഭവും മറ്റുള്ളവർക്ക് ശുഭവുമാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കാക്ക ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ദേഹത്താണ് കാഷ്ടിക്കുന്നതെങ്കിൽ അതിന് ദോഷപരിഹാരം ചെയ്യുക. ക്ഷേത്രത്തിൽ ദർശനം നടത്തി അഭിഷേകം പോലെയുള്ള വഴിപാടുകളെ ചെയ്യുക. മറ്റുള്ള നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാക്കയുമായി ബന്ധപ്പെട്ട് ഇനി ഒട്ടേറെ വിശ്വാസങ്ങളുണ്ട്. വീടിന് മുന്നിൽ കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചാൽ വിരുന്നുകാർ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യാത്രാ സമയത്ത് കാക്കകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കുന്നത് കണ്ടാൽ ഉദ്ദിഷ്ട കാര്യസാധ്യമാണ് പറയുന്നത്. യാത്ര തുടങ്ങുമ്പോൾ കാക്ക മുന്നിൽ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറന്നുപോയാൽ യാത്ര കൊണ്ട് ധനലാഭം ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ കാക്കയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, അതില്ലാത്തവർ ഇതൊക്കെ തള്ളിക്കളയുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.